നമസ്കാരം. ലോകത്തിന്റെ കഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. വെറുമൊരു നാവിക നടപടിയെന്നോ കപ്പൽ തടയലെന്നോ ഇതിനെ ലഘൂകരിക്കാനാകില്ല, അല്ലെങ്കിൽ അതിനങ്ങനെ ഒരു നിസാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. ആഗോള സാമ്പത്തിക ഭദ്രതയെ അടിമുടി പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ പോരാട്ടത്തിനാണ് MV ടൗസ്ക എന്ന ഇറാനിയൻ കപ്പലിലൂടെ ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കടലിന്റെ നീലപ്പരപ്പിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമല്ല. ഓരോ തുള്ളി എണ്ണയ്ക്കും ലോകം കാത്തിരിക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വില നിലവാരത്തെയും നിങ്ങളുടെ അടുക്കള ബഡ്ജറ്റ് വരെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒന്നുകൂടിയാണ് ഈ യുദ്ധം. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി, മറുവശത്താകട്ടെ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കാവൽക്കാരായ ഇറാനും നിൽക്കുമ്പോൾ MV ടൗസ്കയുടെ തടയൽ ഒരു നിമിത്തം മാത്രമാണ്. എണ്ണക്കപ്പലുകൾക്ക് മേൽ വീഴുന്ന ഓരോ നിഴലും ആഗോള സാമ്പത്തിക രംഗത്തെ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഹോർമൂസിലെ ഈ നീക്കങ്ങൾ ലോകത്തെ തന്നെ മറ്റൊരു ഊർജ പ്രതിസന്ധിയിലേക്കാണോ അതോ ഒരു യുദ്ധത്തിലേക്കാണോ വലിച്ചിഴക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. MV ടൗസ്ക സാധാരണ ചരക്ക് കപ്പൽ മാത്രമല്ല എന്നാണ് അമേരിക്കയുടെ ആരോപണം. സൈനിക ആവശ്യങ്ങൾക്കും സാധാരണ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഡ്യുവൽ യൂസ്, അതായത് രണ്ടു തരത്തിലുള്ള ഉപയോഗം ഇതുകൊണ്ടുണ്ട്. വസ്തുക്കൾ കപ്പലിൽ ഉണ്ടായിരിക്കാം എന്നാണ്, അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വസ്തുക്കൾ കപ്പലിൽ ഉണ്ടായിരിക്കും എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അമേരിക്ക മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കടുത്ത നടപടികൾ എടുത്ത ചരിത്രം പണ്ടുണ്ട്. പിന്നീട് അവയിൽ പലതിനും, അതായത് ചില കാര്യങ്ങളിലും ശക്തമായ തെളിവുകൾ ലഭിക്കാത്തതും ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ പല രാജ്യങ്ങളും അമേരിക്കയുടെ വാദം അതേപടി അംഗീകരിക്കുന്നില്ല. ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണെന്നും അന്താരാഷ്ട്ര ജലപാതയിൽ അമേരിക്ക ഏകപക്ഷീയമായി ഇടപെട്ടുവെന്നുമാണ് ടെഹ്റാൻ അവകാശപ്പെടുന്നത്. ഇറാൻ ഏറെക്കാലമായി അമേരിക്കൻ ഉപരോധങ്ങൾ നേരിടുകയാണ്. എണ്ണ കയറ്റുമതി മുതൽ ബാങ്കിംഗ് ഇടപാടുകൾ വരെ നിരവധി മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യം സ്വന്തം സാമ്പത്തികവും സാങ്കേതിക ശേഷിയും നിലനിർത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാനെ പിന്നോട്ടയക്കാമെന്ന കണക്കുകൂട്ടൽ അത്ര ലളിതമല്ല. മറിച്ച് സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വയം നിലകൊള്ളാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ചൈനയുടെ പേര് ഈ സംഭവത്തിൽ ഉയർന്നത് വിഷയം കൂടുതൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കപ്പൽ ചൈനയിലെ തുറമുഖങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇറാനിലേക്ക് മടങ്ങിയത് എന്നാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ചില അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ചത്. എന്നാൽ ചൈനയുടെ നിലപാട് വ്യത്യസ്തമാണ്. അവർ അമേരിക്കൻ ഉപരോധങ്ങളെ ഏകപക്ഷവും നിയമവിരുദ്ധവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം നേരിട്ടുള്ള സൈനിക സഹായം നൽകി എന്ന ആരോപണം ബീജിംഗ് നിഷേധിക്കുന്നുണ്ട്. ഇതിലൂടെ വ്യക്തമായത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ചൈന മത്സരം കൂടുതൽ കഠിനമാവുന്നു എന്നാണ്. അതായത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇന്ത്യൻ വംശീയായ നിക്കി ഹാലി പോലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ സംഭവത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അവർ ചൈന ഇറാൻ ബന്ധത്തെ ഭീഷണിയായി ചിത്രീകരിക്കുന്നു. എന്നാൽ മറ്റു ചില രാജ്യങ്ങളാകട്ടെ ചോദിക്കുന്ന ചോദ്യം വേറൊരിതായിരുന്നു. അതായത് ലോകത്തിലെ സഖ്യങ്ങളും വ്യാപാര ബന്ധങ്ങളും സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമാണോ അവകാശം എന്നാണ്. അതായത് അമേരിക്കയ്ക്ക് എന്തു ആവാം, മറ്റൊരു രാജ്യങ്ങൾക്ക് വേറൊരു രാജ്യത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല എന്നത് അമേരിക്കയുടെ എന്ത് നയം, അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ് ലോകത്ത് മറ്റു രാജ്യങ്ങൾ കൂടെ ചോദിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ മറ്റൊരു ഫലം ഇറാനും ചൈനയും കൂടുതൽ അടുത്തു സഹകരിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമായപ്പോൾ പല രാജ്യങ്ങൾക്കും പകരം പേയ്മെന്റ് സംവിധാനങ്ങൾ, പ്രാദേശിക കറൻസി പോലുള്ള വ്യാപാരം, പുതിയ വ്യാപാര പാതകൾ, ഊർജ സഹകരണം എന്നിവ തേടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദം ചിലപ്പോൾ ഉദ്ദേശിച്ചതിനും വിരുദ്ധമായ ഫലം ഉണ്ടാക്കിയേക്കാം. ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പുതിയ കൂട്ടുകെട്ടുകൾ രൂപപ്പെടാൻ ഇടയാകും. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയുടെ കാര്യത്തിലും ഈ സംഭവം ശ്രദ്ധേയമാണ്. ഒരിക്കൽ അമേരിക്കൻ നടപടി ചോദ്യം ചെയ്യാൻ പല രാജ്യങ്ങളും മടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതേ നടപടികൾ തുറന്ന വിമർശനം ഉയരുകയാണ്. സോഷ്യൽ മീഡിയയും തത്സമമായ വാർത്താലോകവും കാരണം ഒരു വാദം പറഞ്ഞാൽ അതിനെ ഉടൻ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൈനിക ശക്തി മാത്രം മതിയാകുന്നില്ല. ഇവിടെ ഒരു വശത്ത് അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങളാണെങ്കിൽ മറുവശത്താകട്ടെ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള പുതിയ ശക്തികളുടെ ഉദയമാണ് കാണുന്നത്. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധം,
അവർക്ക് കരുത്തായി അന്താരാഷ്ട്ര തലത്തിൽ ചൈന നൽകുന്ന തന്ത്രപരമായ പിന്തുണയും ഒരു പുതിയ ശക്തി സമവാക്യത്തിന് രൂപം നൽകി കഴിഞ്ഞു. പാശ്ചാത്യ ഉപരോധങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇറാനിയൻ ഇന്ധനം ചൈനീസ് വിപണികളിലേക്ക് ഒഴുകുന്നത് കേവലം കച്ചവടമല്ല, മറിച്ച് വാഷിംഗ്ടണിലെ സാമ്പത്തിക യുദ്ധത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. എന്തു തന്നെ പറഞ്ഞാലും ഇറാനു കരുത്തായി ചൈന എന്നും കൂട്ടായി കാണും.